ചേച്ചി ഇത് രജിസ്റ്റർ ഉണ്ടായിരുന്നു. എനിക്കാണോ? ആവണി എൻ്റെ മരുമകളാ, ഞാൻ കൊടുത്താ പോരെ? മതി. എനിക്കാണോ? ആവണി ആ ഇതിലൊന്ന് ഒപ്പിട്ടേക്കണേ. ഓക്കെ ശരി. വലിയ സന്തോഷത്തിലാണല്ലോ. വല്ല ജോലിയും കിട്ടിയോ? ഇത് PSC എക്സാമിനുള്ള ഹാൾ ടിക്കറ്റാ. ഓ, ഇതിനാണ് അത്ര വലിയ സന്തോഷം. എല്ലാവരും പരീക്ഷ എഴുതുന്നതും ജോലി കിട്ടാതിരിക്കുന്നതും ഒക്കെ പതിവല്ലേ? ഞാനല്ലേ പരീക്ഷ എഴുതുന്നത്, ഞാനല്ലേ പഠിക്കുന്നത്. അമ്മ വിഷമിക്കണ്ട കേട്ടാ. എൻ്റെ മോന്റെ കാശല്ലേ കളഞ്ഞു കുളിക്കുന്നത്. അമ്മയുടെ മോൻ അങ്ങനെ ഒന്നും തോന്നത്തില്ല, അതെനിക്ക് ഉറപ്പാ. എന്നാ അവൻ നിന്നോട് പറഞ്ഞോ? ഞാൻ കാശെല്ലാം എടുത്ത് കളഞ്ഞു വിളിക്കുന്നത് അമ്മയോട് പറഞ്ഞോ? അതിപ്പോ പറയാൻ എന്തിരിക്കുന്നു? എടേ, മുന്നേ ശമ്പളം കിട്ടിയിരുന്നപ്പോഴേ അവൻ എൻ്റെ കയ്യിലായിരുന്നു പൈസ കൊണ്ട് തന്നിരുന്നത്. എന്ന് നിന്നെ കെട്ടി അത് അന്ന് മുതൽ നിന്റെ കയ്യിലായി. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ അമ്മായിപ്പൻ, അമ്മയുടെ ഭർത്താവ്, പുള്ളിക്കാരന് ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നപ്പോ അങ്ങേരുടെ അമ്മയുടെ കയ്യിലായിരുന്നു കൊണ്ടു കൊടുത്തിരുന്നത് അതോ ഭാര്യയുടെ കയ്യിലായിരുന്നോ? അതെന്റെ കയ്യിൽ. അത് തന്നെ ഇവിടെയും ATM കാർഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന പുള്ളിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ. അല്ലായിരുന്ന പണ്ടേ അതെന്റെ അടുത്ത് തിരിച്ചു മേടിച്ചേനെ. ഇത് അവിടെ അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അതിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട്. അല്ല, അമ്മയ്ക്ക് വല്ല സംശയം ഉണ്ടോ? അയ്യോ അയ്യോ, എനിക്കൊരു സംശയമില്ലേ. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ എനിക്ക് പഠിക്കാനുണ്ട്. വളർത്തുദോഷം അല്ലാതെ എന്തു പറയാൻ. ഒരു ഒറ്റ ഇടി വെച്ചാണല്ലോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഭയങ്കര പഠിത്തമാണല്ലോ. ഉടനെ അടുത്ത PSC ടെസ്റ്റ് ഉണ്ട്. ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നു. ആണോ? ആ അപ്പൊ ലീവ് എടുക്കണമല്ലോ. പിന്നെ എടുക്കണം. അപ്പൊ എന്നത്തേക്കാ ടെസ്റ്റ്? വരുന്ന 17-ന്. അപ്പൊ 17-ാം തീയതി ഞാൻ ലീവ് എടുക്കണമല്ലേ? ആ, എടുക്കണം. അന്ന് അല്ലേലും നമ്മൾ ലീവാണല്ലോ. അന്ന് നീ എവിടെ പോകുന്നതിന്? അന്ന് നമ്മൾ എല്ലാവരും പോവല്ലേ? എവിടെ പോണെന്ന്? അച്ഛാ, 5 കുഞ്ഞമ്മയുടെ മാമ വന്ന് നമ്മളെ കല്യാണം വിളിച്ചില്ലേ? അതും 17-ാം തീയതി, അതിനും പോണ്ടേ? ആ, പറഞ്ഞോലെ അതും ശരിയാണല്ലോ. ഏട്ടത്തി, എന്താ പ്രകാശ? അഞ്ജുന്റെ മാമൻ വന്ന് കല്യാണം വിളിച്ചത് അറിയാലോ. അപ്പൊ എല്ലാരും വരണം. ഇനി അത് പോയില്ലെങ്കിൽ മതി കുടുംബകാലം ഉണ്ടാവാൻ. അവര് നേരിട്ട് വന്ന് വിളിച്ചതല്ലേ, അപ്പൊ പോയില്ലെങ്കിൽ മോശമല്ലേ? പോകാതിരിക്കാനാ? എടാ, നമ്മളെല്ലാരും കൂട്ടത്തോടെ കല്യാണത്തിന് പോകൂടാ. ആ, അതിനിപ്പോ പോകുന്നില്ലെന്ന് ഇവിടുന്ന് ആരെങ്കിലും പറഞ്ഞാ? അല്ല, ആരും പറഞ്ഞില്ല. ഞാൻ എല്ലാരും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. അതിന്റെ ഒന്നും ആവശ്യമില്ല പ്രകാശ. 17 കല്യാണം, വൈകിട്ട് റിസപ്ഷൻ, ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വരത്തുള്ളൂ. പോരെ? അത് മതി, അത് മതി. ഏട്ടത്തി പറഞ്ഞ എനിക്ക് വിശ്വാസമാ. എന്താ ഒരുമാതിരി വർത്താനം പറഞ്ഞ? നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഏട്ടൻ എനിക്ക് വിശ്വാസം. ഞാൻ ഇതൊന്ന് അഞ്ജുനോട് പറഞ്ഞിട്ട് വരട്ടെ. ഓക്കെ, ശരി. ഇപ്പൊ ഈ പ്രശ്നത്തിന് പരിഹാരമായാലോ? അപ്പൊ നമ്മളെ കല്യാണത്തിന് പോകുന്നു. നമ്മള് കല്യാണത്തിന് പോകുന്നില്ല, നിങ്ങൾ കല്യാണത്തിന് പോകും. ഞാൻ പരീക്ഷ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ നീ ഇപ്പൊ അവനോട് പറഞ്ഞതോ? ആ, അത് ഞാൻ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പിള്ളേരെ നമുക്ക് അമ്മയുടെ കൂടെ വിടാം. നമ്മൾ എക്സാം എഴുതാൻ പോകുന്നു, തിരിച്ചു വരുമ്പോ കല്യാണം കൂടുന്നു. തിരിച്ചു വരുമ്പോ കല്യാണം കഴിയില്ലേ? റിസപ്ഷൻ ഉണ്ടല്ലോ, നമുക്ക് ചെറുക്കനും പെണ്ണിനെയും കണ്ട് ഒരു ഹാപ്പി മാരീഡ് ലൈഫും പറഞ്ഞ് ഗിഫ്റ്റും കൊടുത്ത് തിരിച്ചു പോരാ. അതൊക്കെ പ്രശ്നമാവില്ല ആവണി. എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവും. ഇതിൽ ഏത് പ്രശ്നം വേണ്ട എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. യുവർ ചോയ്സ്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്താലും യു ആർ ട്രാപ്ഡ്. ആവണി, ഞാൻ ഒരു കാര്യം പറയാം. നീ അത് സമാധാനമായിട്ട് കേൾക്കണം. ഫോർമാലിറ്റി ഒന്നും വേണ്ട, കാര്യം പറ. അതെ, നിനക്ക് ഈ എക്സാം ഇപ്പൊ ഒന്നും വേണ്ടാന്ന് വെച്ചൂടെ? നോക്കി പേടിപ്പിക്കോടെ കാര്യം ഞാൻ പറയട്ടെ. അതായത് നമ്മുടെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുകയാണെങ്കിൽ നമ്മൾ അതിനല്ലേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. മോനേട്ടാ, നമുക്ക് ഈ കാര്യം സംസാരിക്കണ്ട. അല്ല അമ്മ, അച്ഛൻ പറയുന്ന കാര്യമുണ്ട്. എന്ത് കാര്യം? ചെന്നിടന്ന് ഉറങ്ങാൻ നോക്കടി. നാളെ സ്കൂളിൽ പോണ്ടേ? നാളെ അവധിയാണ് എന്ന് കരുതി ചെന്നിടന്ന് ഉറങ്ങാൻ. അമ്മ ഒന്നില്ലൊരു കാര്യം ആലോചിക്കാം. നാളെ ഇപ്പം അമ്മയുടെ എക്സാമിന്റെ അന്ന് ത്രിവേണി കുഞ്ഞമ്മയുടെ കല്യാണം ആണെങ്കിൽ അമ്മ എക്സാമിന് പോകും, കല്യാണത്തിന് പോകും. അത് സ്വന്തം കൂടെ പിറപ്പല്ലേ, അപ്പൊ കല്യാണത്തിന് പോകും. എന്റെ പൊന്നു മക്കളെ, നീ അമ്മേനെ അറിയാല്ല. എക്സാം ഉണ്ടെങ്കിൽ അതേ നോക്കുള്ളൂ, അല്ലാണ്ട് ത്രിവേണിയാണ് ഹിമാലയാണോ നോക്കൊന്നുമില്ല.
അയ്യോ എല്ലാവരും ഒന്ന് നിർത്ത്. ഇപ്പൊ ഞാൻ എന്തുവാ വേണ്ടത്? കല്യാണത്തിന് പോകണം, ഞാനും വരണം, ഞാൻ എക്സാം എഴുതരുത് അല്ലയോ? അതെ, അമ്മ എക്സാം എഴുന്ന പേരിൽ എന്റെ ഫ്രണ്ട്സ് ഫുൾ എന്നെ കളിയാക്കുക. അതിന് നിന്നെ എന്തിനാ കളിയാക്കുന്നത്? അതെ, എന്റെ ഫ്രണ്ട്സും കളിയാക്കുന്നുണ്ട്. ആ എന്തിനാണെന്ന്? നമ്മട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുക അല്ലേ? അയ്യോ എന്റെ ആവണി, ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. ഓരോന്നും ഇപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ദേ അതൊക്കെ നീ മൈൻഡ് ചെയ്തോട് കേട്ടാ. ദേ എല്ലാരും പോയി കിടന്നുറങ്ങി ചെല്ല്. അമ്മമാരായാലും ഇത്ര ഭാഷയൊന്നും പാടില്ല. അത് ശരിയാ. മതി മതി, പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്തോന്ന് ഗുഡ് നൈറ്റ്? മനുഷ്യന്റെ മൂഡ് മുഴുവൻ കളഞ്ഞിട്ട് ഗുഡ് നൈറ്റ്. എന്റെ ആവണി, നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. നീ എന്തായാലും എക്സാമിന് നീ പ്രിപ്പയർ ചെയ്തോ. ഓ ആലോചിക്കാം. ആലോചിക്കാന്ന്? ആലോചിക്കാന്ന്. ഇരുന്ന് രാത്രി മൊത്തം ഇരുന്ന് ആലോചിക്ക് അവളുടെ PSC എക്സാം.